വെൽക്കം ബാക്ക് ടു ഫൺ മീഡിയ. അപ്പോൾ ഇതാരെ നിൽക്കണമെന്ന് മനസ്സിലായോ? നമ്മുടെ മേജർ രവി സാറാണ്. നമ്മുടെ പട്ടാമ്പി നെസ്റ്റോ മാളിലൊരു ഫംഗ്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഈ നിൽക്കുന്നതാണ് നമ്മുടെ ജി.പി ചേട്ടൻ, നമ്മുടെ പട്ടാമ്പിയുടെ സ്വന്തം ജി.പി ചേട്ടൻ. വേറെ ഒന്നിനല്ല, പേര് എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ നെസ്റ്റോ മാളുണ്ട് പട്ടാമ്പിയിൽ. നെസ്റ്റോ മാളിൽ പൃഥ്വിരാജിൻ്റെയും അതുപോലെ തന്നെ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറുണ്ട്, ആളുടെയും ഒരു 3 തിയേറ്ററിൻ്റെ ഉദ്ഘാടനത്തിന് വന്നതാണ് ഇവരൊക്കെ. ഈ കക്ഷിയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ, നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒക്കെ മെയിൻ പ്രൊഡ്യൂസറാണ്. ആളുടെയും പൃഥ്വിരാജിൻ്റെയും കൂടി പാർട്ട്ണർഷിപ്പിലുള്ള 3 തിയേറ്റർ ഉദ്ഘാടനത്തിനാണ് ഇവരൊക്കെ വന്നത്. ഇപ്പം ഞങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഷീലു എബ്രഹാം. നല്ല ആക്ടറാണ്, ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, എല്ലാം ആണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഇപ്പോൾ ഷാഫിക്ക് കൈ കൊടുക്കുന്ന ആൾ നിങ്ങൾ ചിലപ്പോൾ വെറുതെ അല്ല ഭാര്യ എന്ന് പറഞ്ഞ ഷോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അത്യാവശ്യം ചെറിയ ചെറിയ റോളൊക്കെ സിനിമയിലും സീരിയലിലൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വൈഫാണ് തൊട്ടപ്പുറത്തൊരു മഞ്ഞ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നത്. ആൾ എന്തായാലും അറിയും, കാരണം കേരളത്തിൽ മനം പോലെ മംഗല്യം എന്ന് പറഞ്ഞ സീരിയലിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്തേ നമ്മുടെ മേജർ രവി സാറുണ്ട്. അപ്പോൾ എല്ലാവരോടും നന്നായി സംസാരിച്ചു. എല്ലാവരും നല്ല പെരുമാറ്റമായിരുന്നു. എല്ലാവരോടും നന്നായി സംസാരിക്കാൻ പറ്റി, കുറേ സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. മേജർ രവി സാറൊക്കെ എന്ത് നല്ല പെരുമാറ്റമാണെന്നറിയോ. പിന്നെ നമ്മുടെ നരൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ക്ലാസ്മേറ്റ്സ് മൂവി നായകൻ. പക്ഷെ ഇവരൊക്കെ ഇപ്പോൾ വെയിറ്റ് ചെയ്യണത് ദിലീപേട്ടൻ വന്നിട്ടില്ല. ദിലീപേട്ടൻ വന്നിട്ടാണ് ഇനാഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷേ ദിലീപേട്ടൻ ലേറ്റാണ്. ദിലീപേട്ടന് ഇരിങ്ങാലക്കൂടെ വേറെ ഏതോ പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നു. സോ ഇവരൊക്കെ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ദിലീപേട്ടനെയാണ്. ഞങ്ങളും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ദിലീപേട്ടനെ. അവസാനം കാണാൻ പറ്റി, പക്ഷേ ദിലീപേട്ടൻ്റെ കൂടെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇവരെല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ അത്യാവശ്യം എടുത്തു. സിനിമാ ലോകത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുന്നത് അന്ന് പട്ടാമ്പിക്കാർ ഓരോ സിനിമയ്ക്കും കൊടുത്ത കയ്യടി എൻ്റെ മനസ്സിലുണ്ട്. പട്ടാമ്പി MESൽ പഠിക്കുമ്പോൾ ഓരോ ചെറിയ ചെറിയ കുസൃതികളുമായി സ്റ്റേജിൽ ഞാൻ കയറുമ്പോൾ പട്ടാമ്പിക്കാർ എനിക്ക് തന്ന കയ്യടി എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ തിയേറ്ററിൻ്റെ കാര്യത്തിൽ നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഇവിടെ എന്ത് സംരംഭം നടന്നാലും പ്രോത്സാഹനത്തിൻ്റെ കാര്യത്തിൽ പട്ടാമ്പിക്കാർ ഒട്ടും മോശമല്ല എന്നുള്ളത് ഒരുപാട് തെളിയിച്ചിട്ടുള്ളതാണ്. വൈകുന്നേരം ഒരു 6:30-7 മണിക്ക് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഇരിങ്ങാലക്കുടയിൽ ഒരു ഫംഗ്ഷൻ ഏറ്റുപോയതാണ്. അതുകൊണ്ടാണ് വരാൻ വൈകിയത്. ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട ഒരുപാട് സമയം അല്ലേ, കുറേ നേരമായില്ലേ വന്നിരിക്കുന്നു ആണല്ലേ. കാരണം ആ ലിസ്റ്റിനെ പൊക്കി പറഞ്ഞാണ്. അപ്പൊ ഞാനിനി അധികം പൊക്കണ്ടാവും, കാരണം ഞാനിപ്പോൾ ലിസ്റ്റിൻ്റെ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്താണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. വലിയ സന്തോഷമുണ്ട്. ഞാനിവിടെ കയറിയുള്ളൂ. നല്ല മാളാണ്. അതുപോലെ തന്നെ അതിനേക്കാൾ വലിയ സ്നേഹമാണ് ഇവിടുത്തെ ജനങ്ങൾ, ഇവരുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ. കാരണം വലിയ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ. എന്തായാലും നമുക്ക് സംസാരം പിന്നെ ആക്കാം. ആദ്യം കേക്ക് കുറച്ച് കഴിയുമ്പോൾ അലിയുന്നു ആ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇല്ലേ. അപ്പം എന്തായാലും ആദ്യം കേക്ക് കുറിക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേ. എഴുപത്തിരണ്ടില് ആ സമയത്തൊക്കെ ഇതിലെ നടക്കുമ്പോൾ ഇത് വലിയൊരു മരം, ഈ സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മരമില്ലായിരുന്നു. ഇതിനപ്പുറത്ത് പട്ടാമ്പി കോളേജ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അന്നൊക്കെ ഞാൻ പടം കണ്ടിരുന്നത് മിനർവ തിയേറ്ററിലായിരുന്നു, പാലത്തിൻ്റെ അപ്പുറത്ത്. അതും ഉദ്ഘാടനം തീർച്ചയായിട്ടും ഒരു വൻ വിജയമാവട്ടെ. അത് പട്ടാമ്പിക്ക് തന്നെ ഒരു അഭിമാനമാണെന്ന് കേട്ടു, പറഞ്ഞു. കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇത്രയും സമയം ഇത് നീട്ടിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടൻ ഉൾപ്പെടെ ഞാൻ ഇന്നലെയാണ് വിളിച്ചത് ആക്ച്വലി പലരെയും. കാരണം ഞാൻ വളരെ നേരത്തെ വിളിച്ചത് GPയോടും രവിയേട്ടനോടും മാത്രമാണ് ഞാൻ ഈ കാര്യം ഇവൻ പറഞ്ഞത്. ബാക്കി എല്ലാവരും ഞാൻ ഈ ദിവസങ്ങളിൽ ജസ്റ്റ് 1 or 2 days മാത്രമായിട്ടേ ഉള്ളൂ. സോ അത് എനിക്കിവരെയൊക്കെ അങ്ങനെ വിളിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടിട്ടാണ്. അങ്ങനെ ദിലീപേട്ടൻ വന്ന പോലെ തന്നെ വേഗം തന്നെ പോയി, കാരണം ദിലീപേട്ടന് വേറെ എങ്ങോട്ടോ പോകാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ ബാക്കിയുള്ളവരുടെ കൂടെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് മെല്ലെ അങ്ങനെ പിരിഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.